പറയുന്ന 1 കെട്ടി 2 കെട്ടി 3 കെട്ടി ഒന്നിലും അങ്ങോട്ട് ഉള്ളിൽ അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒന്നും. ഫസ്റ്റത്തെ ആണെങ്കിലും ഞാനുണ്ടായി, ഒരു സമയം കഴിഞ്ഞപ്പോൾ അതും ഇതായി. രണ്ടാമത് കെട്ടിയത് ഇതിലൊക്കെ അല്ലായിരുന്നു. പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. ലൈഫല്ലേ. എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഒക്കെ അല്ല. എപ്പോഴും മഴക്കാരൻ്റെ 8 മണിക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനപ്പം ഇവിടെ നിൽക്കുന്നു, ഇവരുടെ ഒപ്പം നിൽക്കുന്നു. അവർ രണ്ടുപേരും കോഴിക്കോട് വീട്ടിലായിരുന്നു. ചേട്ടനായാലും താമസിച്ചിരുന്ന ആ ഒരു സമയത്ത് ഞാൻ അടുത്ത അമ്മയാണെങ്കിലും വരുന്നതും. അല്ലാണ്ട് മറ്റേ ഇവര് ഡൈവേഴ്സ് ആവാനുള്ള കാരണം ഈ അമ്മയെ വെച്ചിട്ടുള്ളതല്ല. ഇങ്ങനെയായിരുന്നു എന്നിട്ട് അവർ സംസാരിച്ച് ഇങ്ങനെ എന്തോ പൈസയുടെ കാര്യമൊക്കെ സംസാരിച്ച് അങ്ങനെ എത്ര കൊടുത്തു. അങ്ങനെ ഒരു ചാപ്റ്റർ അവിടത്തിൽ പോസ്റ്റ് ചെയ്തു. ഭയങ്കര സീനായിരുന്നു. അവരെന്ന് പറയുമ്പോൾ അവര് വലിയ രീതിയിൽ അവരൊരു കുഴപ്പമൊന്നുമില്ല, അച്ഛൻ മൊത്തം ചെയ്ത് തെറ്റ് എന്നുള്ള രീതിയിലാണ് മൊത്തം വീഡിയോ വന്നത്. സ്നേഹം കഴിച്ചെന്നാണെങ്കിലും പക്ഷെ ഞാനിവിടെ തന്നെ ആയിരിക്കും. അത്രയും ചിന്തിച്ചാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. മരണശേഷമാണ് നടനും മിമിക്രി കലാകാരനുമായിട്ടുള്ള കൊല്ലം സുധിയും അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ജീവിതവും ഒക്കെ ചർച്ചയായതും. ഒരു ഘട്ടം വരെ സുധിക്ക് നല്ലൊരു ഇമേജ് ആയിരുന്നു പൊതുസമൂഹത്തിന് മുന്നിൽ. എന്നാൽ പിന്നീട് അത് ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇത് ഏറ്റവും കൂടുതൽ ഹേറ്റ് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ ലഭിക്കുന്നതും ഈ ലോകത്ത് നിന്ന് പോയ സുധിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് സുധിയുടെ ഭാര്യയായ രേണു നിരന്തരമായിട്ട് നൽകുന്ന ഇന്റർവ്യൂസും അതിൽ പറയുന്ന കാര്യങ്ങളുമാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. സുധിക്കും രേണുവിനും വരുന്ന ഇത്തരം ഹേറ്റ് നടന്റെ മൂത്ത മകനായ കിച്ചുവിനെതിരെ, അതായത് രാഹുൽ ദാസ് എന്ന് പറയുന്ന അവരെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കിച്ചുവിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ആളുകൾ കടന്നു ചെല്ലുന്നതും ചോദ്യം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതെല്ലാം പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കിച്ചുവിനെ പോലീസ് പിടിക്കുകയും പിഴ ചുമത്തുകയും ഒക്കെ ചെയ്തിരുന്നു. കൂട്ടുകാർക്കൊപ്പം തെങ്ങിൻ കള്ള് മാത്രമാണ് കുടിച്ചതെന്ന് കിച്ചു കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. തന്റെ പേരിലുണ്ടായിരുന്ന പെറ്റി കേസ് എന്നാൽ ഇന്ന് കഞ്ചാവ് കേസ് എന്ന രീതിയിലാണ് ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതും. ഇതെല്ലാം തന്റെ ഭാവിയെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയിലാണോ എന്നാണ് കിച്ചു പറഞ്ഞത്. നല്ലൊരു കരിയർ സെറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രയും നാൾ ഒന്നിനുമെതിരെ പ്രതികരിക്കാതെ ഇരുന്നതെന്നും കിച്ചു പുതിയ ലൈവിൽ തുറന്നു പറഞ്ഞു. സബ്സ്ക്രൈബേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയെന്ന് കിച്ചു. ബിനു അടിമാലി വിളിക്കാറുണ്ടോ എന്നായിരുന്നു പ്രേക്ഷകരിൽ ഒരാൾ കിച്ചുവിനോട് ചോദിച്ചത്. സുധിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ബിനു അടിമാലി. കാർ അപകടം സംഭവിക്കുമ്പോൾ സുധിക്കൊപ്പം ബിനു ഉണ്ടായിരുന്നു. എന്നെ ഇപ്പോൾ അങ്ങനെ ആരൊന്നും വിളിക്കാറൊന്നുമില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ പോകുന്നു. ന്യൂസുകൾ ഓരോന്ന് വരുന്നത് കൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറേ കോളുകൾ വരാറുണ്ട്. ഇതിനു മുന്നേ ആരും ഇല്ലായിരുന്നു എന്നായിരുന്നു കിച്ചുവിൻ്റെ മറുപടി. ട്രോളുകൾ നല്ലതാണ്, ചിലപ്പോൾ ആസ്വദിക്കും, ചിലത് ഇഷ്ടപ്പെടാറില്ല. ഇങ്ങനെ തുടരെ ഓരോ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും, നല്ല രീതിയിൽ ബാധിക്കും. വേറെന്തെങ്കിലും ശ്രദ്ധ കിട്ടില്ല, ഇതിൻ്റെ പിന്നാലെ നിന്നെ നടക്കേണ്ട സ്ഥിതി വരും. ഓരോ സംഭവങ്ങളും പ്രശ്നങ്ങളും എനിക്ക് നെഗറ്റീവാണ്. എനിക്കറിയാത്ത കാര്യങ്ങളാണ് പലതും. എൻ്റെ പേരിൽ 8 കഞ്ചാവ് കേസുണ്ട് എന്നൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇത്രയേറെ കഞ്ചാവ് കേസുള്ള ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമോ എന്നും കിച്ചു ചോദിക്കുന്നു. പ്രണയിനിയുണ്ടോ എന്ന ചോദ്യത്തോടും കിച്ചു പ്രതികരിച്ചു. ലവറൊന്നും എനിക്കില്ല, എനിക്ക് വരുന്ന ലവറിനെ തന്നെ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്നും കിച്ചു ചോദിച്ചു. ഭാവിയിൽ പെണ്ണ് പോലും കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്നായിരുന്നു കിച്ചുവിൻ്റെ സുഹൃത്തിൻ്റെ കമൻറ്റ്. എൻ്റെ ഫ്യൂച്ചറിനെയാണ് ആളുകൾ ഓരോന്നും പറയുന്നത് ബാധിക്കുന്നത്. നിങ്ങൾ തന്നെ എന്നോട് പറയുന്നുണ്ട് അമ്മയെ നോക്കണം, ഋതപ്പനെ നോക്കണം എന്നൊക്കെ. ഇങ്ങനെയുള്ള ന്യൂസുകൾ എന്നെക്കുറിച്ച് ഇറക്കിയാൽ ഞാൻ എങ്ങനെ നല്ല രീതിയിലെത്തും? എനിക്ക് എൻ്റെതായ കരിയർ സെറ്റ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഒന്നിലും ഇടപെടാതെ ഇരിക്കുന്നത്, അല്ലാതെ എൻ്റെ വായിൽ ആരും ഫെവിക്വിക്ക് ഒട്ടിച്ചിട്ടില്ലെന്ന് കിച്ചു പ്രതികരിച്ചു. കൊല്ലം സുധിയുടെ മുൻ ഭാര്യ വീണ എസ് പിള്ളയുടെ ആരോപണങ്ങൾക്കെതിരെയും കിച്ചു ഈ ഒരു ലൈവിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. വീണയുടെ വാദങ്ങളൊന്നും ശരിയല്ല എന്നും അച്ഛനും വീണയും തമ്മിൽ എപ്പോഴും തർക്കമായിരുന്നു എന്നാണ് കിച്ചു പറഞ്ഞത്. വീണയുടെ പല വാദങ്ങളെയും ഇല്ലാതാക്കുന്നതായിരുന്നു കിച്ചുവിന്റെ തുറന്നു പറച്ചിൽ. എന്നാൽ ഇപ്പോഴിതാ വീണ്ടും ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് വീണ. സുധിക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വീണ പറയുന്നത്. കണക്റ്റിംഗ് മീഡിയയോടായിരുന്നു വീണയുടെ പ്രതികരണം. ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോഴും കിച്ചു താമസിക്കുന്നത് സുധിച്ചേട്ടൻ്റെ കുടുംബത്തിലാണ്. ഇടയ്ക്കൊക്കെ ഞാൻ പോയി കാണും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കിച്ചുവിൻ്റെ അമ്മ ശാലിനിയുടെ പേരിൽ ഞങ്ങൾ വഴക്കിട്ടിരുന്നു. കാരണം ശാലിനിക്ക് ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ടുണ്ട്. ശാലിനിയുടെ അക്കൗണ്ടിലേക്ക് ബാങ്കിൽ പോയാണ് പണം ഇട്ട് കൊടുക്കുക. പാഴ്സൽ സ്ലിപ്പ് കാണും, അതിൻ്റെ പേരിൽ വഴക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ പിണങ്ങി നിന്ന് പിന്നെ വീണ്ടും മിണ്ടും. 1-2 ദിവസം കുടുംബത്തിലെ വീട്ടിൽ പോയി നിൽക്കും. 3-ാമത്തെ ദിവസം കുറേ തക്കാളിയും മീനും വാങ്ങി സോപ്പിടാൻ വീണ്ടും വരും. പോട്ടെ എന്ന് അമ്മ എന്നോട് പറയും. വീണ്ടും സുധിച്ചേട്ടന് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കും. അല്ലാതെ കിച്ചു പറയുന്നത് പോലെ ജീവിതകാലം മുഴുവൻ സുധിച്ചേട്ടൻ വഴക്കുണ്ടാക്കി അവരുടെ വീട്ടിൽ പോയി നിന്നിട്ടില്ല. രേണുവിൻ്റെ പേരിലൊക്കെ അവസാനമാണ് വഴക്കുണ്ടായത്. ഒരുപാട് പെൺപിള്ളേരുടെ പേരിൽ ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്കൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതൊന്നും സുധിയുടെ വീട്ടുകാർക്ക് കിച്ചുവിനോ അറിയില്ല. തിരുവനന്തപുരത്ത് നിന്ന് സുധിയുടെ കെയർ ഓഫിൽ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. സുധി എവിടെ പോയാലും വണ്ടിയുടെ ബാക്കിൽ ഈ കൊച്ചുണ്ട്.
ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത്, അല്ലാതെ ഒരുപാട് വിഷയമുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. വിവാഹ വാഗ്ദാനം നൽകി പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ വരെ പെമ്പിള്ളേർ നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത്. കിച്ചുവിനെ ഓർത്ത് പലരോടും പല കാര്യങ്ങളും തുറന്നു പറയേണ്ടത് ഞാനാണ് പറഞ്ഞത്. ഞാൻ അവനെക്കുറിച്ച് എന്തെങ്കിലും അഭിമുഖത്തിൽ മോശമായി പറയുന്നത് കണ്ടിട്ടുണ്ടോ? മനഃപൂർവ്വം അവന്റെ പേര് ഞാൻ വിളിച്ചിഴയ്ക്കാത്തതാണ്. ശാലിനിയെ പോയി കാണാറും അവളുടെ വീട്ടിൽ പോയി തങ്ങാറും ഉണ്ടായിരുന്നു. കിച്ചുവിനെയും കൂട്ടി പോകുന്നത് എനിക്ക് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ശാലിനിയെ വിളിച്ച് ഞാൻ സംസാരിച്ചു. നിന്റെ മോനാണ്, കാണേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാണേണ്ടപ്പോൾ എപ്പോൾ വിളിച്ചാലും ഞാനും സുധിയും വന്ന് നിന്നെ കാണിക്കും എന്നും പറഞ്ഞു. രേണു മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ സുധിച്ചേട്ടന് 3-4 കമ്മിറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. കിച്ചുവിന് രേണുവും സുധിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അന്ന് ഞാൻ സുധിയുടെ ഭാര്യയായിരുന്നു. രേണു കിച്ചുവിന്റെ ഫോണിൽ വിളിക്കും. അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് സുധിക്ക് ഫോൺ കൊടുക്കുമായിരുന്നു. തന്നോട് സുധിയുടെ മാനേജറെ പോലെ ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞിട്ടുണ്ട്. അവർ കരുതിയത് ഞാനാണ് വിളിക്കുന്നതെന്നാണ്. എന്നാൽ അത് രേണു ആയിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കിച്ചു നാറും. ലോകകള്ളനാണ് കിച്ചു. രേണു സുധിക്കെതിരെ വീണ രംഗത്ത് വന്നതോടെയാണ് വീണ എന്ന് പറയുന്നത് സുധിയുടെ 2ാം ഭാര്യയായിരുന്നു എന്നുള്ളത് പലരും അറിയുന്നത് തന്നെ. കാരണം വീണയെക്കുറിച്ചൊന്നും എവിടെയും കൊല്ലം സുധി സംസാരിച്ചിരുന്നില്ല. ആദ്യ ഭാര്യ ശാലിനിയുമായിട്ടുള്ള ബന്ധം തകർന്ന ശേഷമാണ് വീണയെ കൊല്ലം സുധി വിവാഹം ചെയ്യുന്നത്. ശാലിനിയിൽ പിറന്ന മകൻ കിച്ചു അന്ന് സുധിക്കൊപ്പമുണ്ട്. കൊല്ലം സുധിക്കും രേണുവിനുമെതിരെ വീണ നിരന്തരം ഇന്റർവ്യൂസിൽ സംസാരിച്ചു. സുധി കടുത്ത മദ്യപാനിയായിരുന്നു എന്നും രേണു സുധിയുമായിട്ട് വൾഗർ ചാറ്റ് നടത്തി തുടങ്ങിയ വാദങ്ങൾ തന്നെയായിരുന്നു വീണ ഉന്നയിച്ചിരുന്നതും. കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനിപ്പോൾ സംസാരിക്കുന്നു എന്നുള്ളത് വീണയ്ക്കും നേരെ ചോദ്യങ്ങൾ വന്നു. രേണുവിന് ഇപ്പോൾ ലഭിക്കുന്ന ജനശ്രദ്ധയാണ് വർഷങ്ങളായിട്ട് സ്റ്റേജ് ഷോകളും മറ്റും ചെയ്യുന്ന ആർട്ടിസ്റ്റായ വീണയെ അസ്വസ്ഥയാക്കുന്നത് എന്നുള്ള വാദവും വന്നു. എന്നാൽ രേണു തന്നെക്കുറിച്ച് മോശമായി ചിലരോട് സംസാരിച്ചുവെന്നും ഇതാണ് താന് പ്രതികരിക്കുന്നതിന് കാരണമെന്നായിരുന്നു വീണ തുറന്നു പറഞ്ഞത്. പക്ഷേ വീണയുടെ ഇത്തരം വാദങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കിച്ചുവിന് തുറന്നു പറച്ചിലും.